നമസ്കാരം. അലാസ്ക എന്ന രാജ്യം ഇപ്പോൾ ശ്രദ്ധാകേന്ദ്രമായിരിക്കുന്നത് നാളെ അവിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്ന വേളയിലാണ്. അലാസ്കയിൽ തന്നെയുള്ള ആങ്കറേജ് നഗരത്തിലാണ് ഈ ചർച്ച നടക്കുന്നത്. രാജ്യത്തെ ഏറ്റവും ജനസാന്ദ്രതയേറിയ വലിയ നഗരങ്ങളിലൊന്നാണ് ആങ്കറേജ്. ഇവിടെയുള്ള അമേരിക്കയുടെ സൈനിക താവളത്തിൽ വെച്ചാണ് ഇരു നേതാക്കളും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നത്. വലിയ തോതിലുള്ള സുരക്ഷാ സംവിധാനങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ലോകത്തെ ഏറ്റവും രണ്ട് വമ്പന്മാർ തമ്മിലുള്ള ഈ കൂടിക്കാഴ്ചയുടെ സുരക്ഷ ഒരുക്കുന്നതിനായി ഡ്രോണുകൾ വരെ ആ ഭാഗത്ത് നിരോധിച്ചിരിക്കുകയാണ്. അതിൽ വിമാനങ്ങൾക്കൊക്കെ തന്നെ ഇതുവഴി കടന്നു പോകുന്നതിന് ഒരുപാട് വിലക്കുകളുണ്ട്. അങ്ങനെ എല്ലാവിധ സുരക്ഷാ സന്നാഹങ്ങളും അലാസ്കയിൽ ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു. അലാസ്കയാണ് ഇപ്പോൾ നാളെ ലോകത്തെ ഒരുപക്ഷെ ഏറ്റവും ശ്രദ്ധാകേന്ദ്രമാകാൻ പോകുന്ന ഒരു രാജ്യവും. പക്ഷേ അതിനിടയിൽ അവിടെ ഉണ്ടായ മറ്റൊരു സംഭവം എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റുകയാണ്. അലാസ്കയുടെ തലസ്ഥാനമായ ജുനൗ നഗരം, അതൊരു പക്ഷേ അത്ര വലിയൊരു നഗരമെന്ന് പറയാൻ കഴിയുകയില്ല. പക്ഷേ അവിടെ ഇപ്പോൾ നേരിടുന്നത് വലിയൊരു വെള്ളപ്പൊക്കമാണ്. സാധാരണഗതിയിൽ വലിയ മഴയും കൊടുങ്കാറ്റുമൊക്കെ വരുമ്പോഴുണ്ടാകുന്നതിനേക്കാൾ ശക്തമായ തോതിലുള്ള ഒരു വെള്ളപ്പൊക്കമാണ് അവിടെ ഇപ്പോൾ നടക്കുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് വലിയ മഞ്ഞുമലകൾ ഈ ഇവിടെയുള്ള നദികളിലേക്ക് വീണ് അത് ഉരുകി അങ്ങനെ വലിയൊരു വെള്ളപ്പൊക്കം ഇവിടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങളൊക്കെ തന്നെ നെട്ടോട്ടം ഓടുകയാണ്. ഇവരെ പരമാവധി സഹായിക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാർ സംവിധാനങ്ങളെല്ലാം തന്നെ. അമേരിക്കൻ പ്രസിഡന്റ് റഷ്യൻ പ്രസിഡന്റും തങ്ങളുടെ അതേ രാജ്യത്ത് വരുന്ന സമയത്ത് തന്നെ രാജ്യതലസ്ഥാനത്ത് ഇത്തരത്തിലുള്ള ഒരു വലിയ ദാരുണമായ സംഭവം നടക്കുന്നത് അലാസ്കയുടെ ഭരണാധികാരികളെ ഏറെ അമ്പരപ്പിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും പരമാവധി അവർ എല്ലാവിധ സഹായ സഹകരണങ്ങളുമായി ഇപ്പോൾ സജീവമായിരിക്കുകയാണ്. ഒരുപക്ഷെ കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങൾ അമേരിക്കൻ പ്രസിഡന്റും റഷ്യൻ പ്രസിഡന്റിനുമൊക്കെ ഏർപ്പെടുത്തണമെങ്കിൽ പോലും രാജ്യതലസ്ഥാനമാണ് ഈ നഗരം എന്നുള്ളത് ജുനൗവിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങളെ പരമാവധി സഹായിക്കാനാണ് ഇപ്പോൾ സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നത്. മാത്രമല്ല അപകട മേഖലകളിൽ നിന്ന് നേരത്തെ തന്നെ ജനങ്ങളോട് വീട് വിട്ട് മാറി സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് എത്താൻ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും വെള്ളപ്പൊക്കം പൂർണ്ണമായി മാറി എന്ന് ഉറപ്പായതിനു ശേഷം മാത്രമേ തിരികെ വരാൻ പാടുള്ളൂ എന്നാണ് ഇപ്പോൾ സർക്കാർ കർശനമായ നിർദ്ദേശവും നൽകിയിരിക്കുന്നത്. സാധാരണഗതിയിൽ പേമാരിയും കൊടുങ്കാറ്റുമൊക്കെ കാരണം ഉണ്ടാകുന്ന വെള്ളപ്പൊക്കത്തേക്കാൾ അപകടകാരിയാണ് ഈ മഞ്ഞ് മലകൾ അല്ലെങ്കിൽ ഹിമാനികൾ ഇടിഞ്ഞു വീണുണ്ടാകുന്ന വെള്ളപ്പൊക്കം എന്നാണ് പറയപ്പെടുന്നത്. അസാമാന്യമായ വേഗത്തിലായിരിക്കും ഈ പുഴ അല്ലെങ്കിൽ തടാകങ്ങളൊക്കെ തന്നെ ഒഴുകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സമീപത്തുള്ള ഒരുപാട് വീടുകൾ, വലിയ കെട്ടിടങ്ങളൊക്കെ തന്നെ തകർന്നു വീണിട്ടുണ്ട്. ഇതിൻ്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ നമ്മെ അമ്പരപ്പിക്കുന്നതാണ്. ഏതെങ്കിലും ജീവഹാനി ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം ഇനിയും വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ ഹിമാനികൾ ഇടിയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ പ്രകൃതിയോട് കാട്ടുന്ന ക്രൂരതയാണ് എന്ന് ഒരു വശത്ത് നിന്ന് പ്രകൃതി സംരക്ഷകരൊക്കെ തന്നെ പറയുമ്പോഴും ഇത്രയും വലിയ മഞ്ഞുമലകൾ ഈ പുഴയിലേക്ക് തന്നെ ഒഴുകിയെത്തുകയും അത് വലിയ തോതിലുള്ള ദുരന്തം ഉണ്ടാക്കുകയും ചെയ്യുമ്പോൾ മനുഷ്യർക്കൊന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയാണ് ഇപ്പോഴുള്ളത് എന്ന് തന്നെ പറയേണ്ടി വരും. ലോകത്തെ വിവിധ മഹാനഗരങ്ങൾ ഇത്തരത്തിലുള്ള വലിയ ഹിമാനികൾ കാരണം ഇപ്പോഴും ഭീഷണി നേരിടുന്നുണ്ട്. നേരത്തെ അന്റാർട്ടിക്കയിൽ നിന്ന് പൊട്ടിമാറിയ ഒരു വലിയ ഒരു ഹിമാനി, അസാമാന്യ വലുപ്പമുള്ള ഹിമാനി ഇപ്പോഴും അത് ഒഴുകിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയപ്പെടുന്നത്. ലോകത്തെ മഹാനഗരങ്ങളെപ്പോലും വിഴുങ്ങാൻ തക്ക ശേഷിയുള്ള വലിയൊരു പർവ്വത സമാനമായ ഹിമാനിയാണ് ഇത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ അലാസ്കയിൽ എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി തന്നെയാണ് കാര്യങ്ങൾ നോക്കിക്കാണുന്നത്. അലാസ്ക ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ഭാഗത്ത് നാളെ ലോകത്തെ ഏറ്റവും ശക്തിമാന്മാരായ രണ്ട് രാഷ്ട്രത്തലവന്മാർ പങ്കെടുക്കുന്ന ചർച്ചയ്ക്ക് മതിയായ സുരക്ഷിതത്വം മറ്റും ഒരുക്കണം. മറുവശത്ത് സാധാരണക്കാരായ തങ്ങളുടെ ജനങ്ങളെ തലസ്ഥാന നഗരത്ത് തന്നെ അവരെ എങ്ങനെ രക്ഷിക്കണമെന്നുള്ളത് മറ്റൊരു ഭാഗത്താണ്. ഏതായാലും ഈ രണ്ടിൻ്റെയും ഇടയിൽ ഇപ്പോൾ ശരിക്കും പ്രതിസന്ധിയിലായിരിക്കുന്നത് അവിടുത്തെ ഭരണകൂടമാണ്. എങ്കിൽ പോലും അമേരിക്കൻ പ്രസിഡന്റ് റഷ്യൻ പ്രസിഡന്റും മറ്റു രാജ്യത്തേക്ക് സന്ദർശനത്തിന് എത്തുമ്പോൾ പോലും അമേരിക്കയുടെയും റഷ്യയുടെയൊക്കെ തന്നെ അവരുടെ സുരക്ഷാ വിഭാഗങ്ങൾ സർവ്വവിധ സന്നാഹങ്ങളോടും കൂടിയായിരിക്കും അവിടെ എത്തുക എന്നുള്ളത് കൊണ്ട് തന്നെ ഒരുപക്ഷെ അലാസ്കയുടെ സൈന്യവും പോലീസുമൊക്കെ രക്ഷാപ്രവർത്തനങ്ങൾ കൂടുതൽ വ്യാപൃതരായാലും പുടിൻ്റെയും അതുപോലെ ട്രംപിൻ്റെയും സംരക്ഷണത്തിനായി ഈ രണ്ട് രാജ്യങ്ങളും വലിയ തോതിലുള്ള സംവിധാനം തന്നെയായിരിക്കും ഒരുക്കിയിട്ടുള്ളത് എന്നുള്ളത് ഒരുപക്ഷെ അലാസ്കൻ ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസകരമായൊരു കാര്യമായിരിക്കും. കാരണം ഈ രണ്ട് രാജ്യങ്ങളിലെയും പ്രസിഡന്റുമാരെത്തുമ്പോൾ അവിടെ രാജ്യത്ത് നിന്ന് വലിയ തോതിലുള്ള സുരക്ഷാ സംവിധാനങ്ങളായിരിക്കും ഒരുക്കിയിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. അതിൻ്റെ ഒരു സൈനിക താവളത്തിൽ വെച്ചാണ് ഈ ചർച്ച നടക്കുന്നത് എന്നുള്ളതും ഇതിൻ്റെ പ്രാധാന്യം ഇരട്ടിയാക്കുന്നു.